ഒരിക്കല് ഉമറുദാന്റെ സദസ്സില്, രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സദസ്സില് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പട്ടിണി, വസ്ത്രമില്ല, ഭക്ഷണമില്ല, വീടില്ല, ഇങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞപ്പോൾ ഉമറുദാനും മടിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, അതെ, മൂത്രമൊഴിച്ചു. ഇത് ഞാൻ എന്തുകൊണ്ട് എന്ന് പറയുന്ന വെച്ചാൽ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലോസറ്റ് പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്തിട്ട് വന്നിരിക്കുന്നവരാണ് നമ്മൾ. ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. നമ്മൾ എത്ര പേർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രസംഗത്തിന്റെ ഒരു മാധുര്യം കൂട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, പടച്ചറബാന സത്യമല്ല. എന്തുകൊണ്ട് വെച്ചാൽ ഒരുപാട് രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. സർക്കാർ ഉദ്യോഗത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഒരു മൂത്രക്കടച്ചിൽ വന്നാൽ, ഒരു മൂത്രത്തിൽ കല്ല് വന്നാൽ, ഈ 2 കിഡ്നി വൃക്കകൾ അതിന് ഹർത്താൽ, അതിനത് സ്തംഭിച്ചു, അതിന് പണിമുടക്ക് സംഭവിച്ചാൽ, ഒരു മൂത്രം സ്റ്റക്കായാൽ, മൂത്രം പോകാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ അൽഹംദുലില്ലാ ദിവസം നമ്മളിതെന്തോ നമ്മളെ അവകാശമായിട്ട് തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, മൂത്രം പോകുന്നു, മലം പോകുന്നു. അങ്ങനെയല്ല സഹോദരന്മാരെ, അങ്ങനെയല്ല. 50-60 വയസ്സ് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ വലുതായി കഴിഞ്ഞാൽ മൂത്രം വിചാരിച്ച പോലെ പോകുകയില്ല. നമ്മൾ അവിടെ പോയി കുറച്ച് മുക്കേണ്ടി വരും. മുക്കിയാലും വിചാരിച്ച പോലെ വരില്ല. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും സുഖമായിട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ട്. നമ്മുടെ 2 കിഡ്നികൾക്ക് എന്തെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചാൽ അത് ഈ ലോകത്തിന് എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ഏറ്റവും വലിയ ലക്ഷങ്ങൾ വില വിട്ടുള്ള ഡയാലിസിസ് മെഷീനായാലും എന്തുമാവട്ടെ, അത് നമ്മുടെ 2 ചെറിയ അള്ളാഹു ഉണ്ടാക്കിയ ചെറിയ കുഞ്ഞു കിഡ്നിക്ക് ഒരിക്കലും സമമാവില്ല. ഇന്ന് പോലും ഒരു കിഡ്നി രോഗിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു 12 മരുന്നുകളാണ്, 12 മരുന്നുകൾ 2ഉം 3ഉം നേരെയായിട്ട്. ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്താ ഉണ്ടാവാന്? എല്ലാത്തൊരു വിഷമാണ്. മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 3 നേരം ഹീമോ ഡയാലിസിസ് ചെയ്യണം. 700 തൊട്ട് 3000 രൂപ വരുന്ന ചെലവിക്കുന്ന ഹോസ്പിറ്റലുകൾ. അത് കഴിഞ്ഞാൽ അതും എഫക്ട് വരുന്നതിൽ പിന്നെ കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റി വെച്ചാൽ അതിന് ഓരോ മാസം ഇമ്മ്യൂണോ സപ്രസീവ്സ് പറഞ്ഞ ഡ്രഗ് കൊടുക്കണം. ഇതൊന്നും ഇല്ലാതെയാണല്ലോ സഹോദരന്മാരെ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. മെന്നാന്ന് എനിക്ക് ഒരു പേഷ്യന്റ് വന്നു എന്റെ വീട്ടില്. ഈ പേഷ്യന്റ് വന്നിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക പേഷ്യന്റ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇരിക്കുക, എനിക്ക് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കൂ. അപ്പൊ മനുഷ്യൻ വിഷമത്തോട് പറയാ, ഡോക്ടർ എനിക്ക് ഇരിക്കാൻ പറ്റൂല, നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വളയില്ല. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരാണ്, സീറ്റ് കാലിയുണ്ട് ബസ്സിൽ, പക്ഷെ ഇരിക്കാൻ പറ്റൂല, നിന്നിട്ടാണ് തിരക്കിൽ അവിടെ വന്ന് നിന്ന്. അദ്ദേഹത്തിന്റെ മകൾക്കൊരു ക്യാൻസർ ആയിട്ടാണ് വരുന്നത്. പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം. അദ്ദേഹം നിസ്കരിക്കുന്നത് പോലും അദ്ദേഹം 4-5 കസേര വെച്ചിട്ട് അതിൽ ചാരി ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 2 പ്രക്രിയയുള്ളൂ, നൃത്തം അല്ലെങ്കിൽ കിടത്തം. നമ്മളൊക്കെ അൽഹംദുലില്ലാ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട് സഹോദരൻ, ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആത്മാർത്ഥമായിട്ട് പടച്ചറബിനെ സാക്ഷി നിർത്തി ചോദിക്കുക, രാവിലെ എഴുന്നേറ്റപ്പോൾ അൽഹംദുലില്ലാ ചെല്ലിയിട്ടുണ്ടോ സഹോദരന്മാരെ? ചെല്ലിയിട്ടുണ്ടോ? ഇനി ആ ദുആ മറന്നു, ശരി പോട്ടെ. രാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് 2 റക്അത്ത് സുബൈക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മഹാ നന്ദി കെട്ട അടിമകളാണ് സഹോദരന്മാരെ. നമ്മൾ മാറണം, ദയവ് ചെയ്ത്. ഒരുപാട് പ്രസംഗം കേൾക്കുക, പ്രസംഗിക്കുക, അതിന് വിലയിരുത്തുക, അതിന് മാർക്കിട്ട് പോകലല്ല നമ്മുടെ ദൗത്യം. നമ്മൾ മാറണം. നാളെയെങ്കിലും എഴുന്നേറ്റ് അല്ലാഹുവേ അൽഹംദുലില്ലാ റബ്ബേ അൽഹംദുലില്ലാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ, ഒന്ന് ഹിദായത്തും 2 ആഫിയത്താ. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. രണ്ടാമത് പറഞ്ഞു അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ